സഭാ ആസ്ഥാനത്ത് നിന്നും സഭയുടെ രഹസ്യ രേഖകളടക്കം പുറത്തു പോകുന്നത് സഭാതലവൻ അടക്കമുള്ള നേതൃത്വത്തിന്റെ അറിവോടെ എന്ന സംശയം ബലപ്പെടുകയാണ്. ഇന്നലെ ചില വിശ്വാസികൾ സഭാ ആസ്ഥാനത്ത് ചെന്നപ്പോൾ ചാൻസലർ കാവൽപുരയിടമച്ചൻ തനിക്ക് തെറ്റുപറ്റിയെന്ന് ഒരു വിരമിച്ച ജഡ്ജിയോട് പറഞ്ഞതായി അറിയുന്നു. മാത്രമല്ല, തട്ടിൽ പിതാവ് പറഞ്ഞാൽ താൻ സ്ഥാനത്ത് നിന്ന് ഒഴിയാൻ തയ്യാറാണെന്നും പരസ്യമായി പറയുകയും ചെയ്തു. ഇങ്ങനെ പറയാൻ ധൈര്യം ലഭിച്ചത് എന്തുകൊണ്ടായിരിക്കും? കർദിനാളിനെതിരെ നീക്കങ്ങൾ നടത്തിയതിന് നേതൃത്വം നൽകിയവരിൽ തട്ടിൽ പിതാവുമുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം സർക്കുലർ ഡ്രാഫ്റ്റ് ചോർത്തുന്നതിൽ സഭാതലവന്റെ മൗന അനുവാദം ഉണ്ടായിരുന്നു. സിനഡിന് മുമ്പ് തന്നെ കാവൽപുരയിടത്തെ സംരക്ഷിക്കാനാണോ അന്നു രാത്രി തന്നെ ഒഫീഷ്യൽ സർക്കുലറാക്കി പുറത്തു വന്നത്? അത് ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു? ആലഞ്ചേരി പിതാവിന്റെ ഫോൺ ചോർത്തൽ ഉൾപ്പെടെ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി 2 ടൈം കഴിഞ്ഞിട്ടും വീണ്ടും തുടരുന്നത് ആരുടെ പിൻബലത്തിലാണ്? സഭാ നേതൃത്വത്തെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ മെത്രാൻ മോഹിയായ ഒരു വൈദികൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെങ്കിൽ, അതിനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ ഇവരൊക്കെ മെത്രാനായാൽ സഭയുടെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ ഇങ്ങനെയാണ്. മെത്രാൻ സമിതി അംഗങ്ങളെല്ലാം മയക്കത്തിലാണ്.